2 ബലാത്സംഗ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവൻ അവൻ അവർക്ക് മുന്നിലേക്കെത്തി, പാലക്കാട് ജനങ്ങളുടെ മുന്നിലേക്ക്. പ്രതിഷേധക്കാർ ഇരമ്പിയെത്തി രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടപ്പോൾ പൂവൻകോഴിയുടെയും തൊട്ടിലുകളുടെയും ചിത്രവുമായി ഡിവൈഎഫ്ഐയും BJP പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ പ്രതിഷേധം തീർത്തു. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിൽ പൂവൻകോഴിയുടെ സ്റ്റിക്കർ പതിപ്പിച്ചു. ഇതെല്ലാം പകർത്താൻ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളെ നോക്കി അവൻ പരിഹസിച്ചു, പുച്ഛിച്ചു. മറുവശത്ത് പ്രതിഷേധക്കാരുടെ മുഖത്തു നോക്കിയും പുച്ഛിച്ചു. 15 ദിവസമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4:50. വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ രാഹുൽ തൊട്ടടുത്തുള്ള ചായക്കടയിൽ കയറി. രാഹുലിന് ചുറ്റും മാധ്യമപ്പട ആർത്തിരമ്പി. അവരുടെ ചോദ്യങ്ങൾക്ക് രാഹുലിന്റെ മറുപടി അളന്നു കുറിച്ചായിരുന്നു. ഇനി എന്താണ് പരിപാടി എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രാഹുലിന്റെ മറുപടി വ്യക്തം: ഒരു ചായ കുടിക്കണം. മാപ്രയുടെ അണ്ണാക്കിലാണ് കൊടുത്തത് രാഹുൽ. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പലരും കമന്റും ചെയ്യുന്നുണ്ട്. പാലക്കാട് എത്തി തല കുനിക്കാതെ വോട്ട് ചെയ്ത് മടങ്ങിയ രാഹുലിന്റെ മുഖഭാവത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെ തല ഉയർത്തി നിൽക്കാൻ പാലക്കാട് കഴിഞ്ഞു. അതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ പാലക്കാട് എത്തിയ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വീഡിയോ ഇപ്പോൾ വൈറലാണ്. ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ മാത്രം വായിച്ചാൽ മതി എന്തുകൊണ്ടാണ് രാഹുൽ തല കുനിച്ചില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാകും.